നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം വീണ്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്ഥിരമായി ഞാൻ ദൈവവചനം നമ്മുടെ ചേരി പ്രദേശങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ വ്യക്തതയോടെ എന്നോട് സംസാരിച്ച ഒരു വേദഭാഗത്തിൽ നിന്നും സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം നമുക്കെല്ലാം സുപരിചിതമായ വാക്യമാണ്. അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിൽ ആക്കി കാരാഗൃഹപ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. നമുക്കിവിടെ വ്യക്തമായും വളരെ നല്ലതായിട്ട് നമുക്കറിയുന്നൊരു വേദഭാഗമാണ്. ഈ വേദഭാഗം ദൈവത്തിൻ്റെ വ്യക്തമായ ദർശനം പ്രാപിച്ച്, ദൈവത്തിൻ്റെ വ്യക്തമായ അരുളപ്പാട് പ്രാപിച്ച് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പൗലോസ് മക്കെദോന്യയിലേക്ക് പോകുന്ന ആ യാത്രക്കിടയിൽ ഉണ്ടായ പലവിധമായ വിപത്തുകളെക്കുറിച്ച് അല്ലെങ്കിൽ പലവിധമായ പ്രതിസന്ധികളെക്കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ വ്യക്തതയോടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു, പൗലോസ് മുഷിഞ്ഞു. നമുക്കറിയാം, ഒരു ദൈവവചനവുമായി താൻ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള വാക്യങ്ങളെല്ലാം നമുക്ക് സുപരിചിതമായി കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു 16 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ പ്രാർത്ഥന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ വെളിച്ചപ്പാടുത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാലിക്കാരുത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി, അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അവളുടെ യജമാനന്മാർ, നമുക്ക് അത് കഴിഞ്ഞാൽ ഈ 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പൊയ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ദൈവിക ഉദ്ദേശം ഇതിൻ്റെ പുറകിൽ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ, കഷ്ടതയുടെ, വേദനയുടെ മധ്യത്തിൽ അത് എന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ വേദഭാഗം വായിച്ചുകൊണ്ട് ദൈവവചനം ചേരി പ്രദേശത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മ വ്യക്തതയോടെ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഓരോ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിന് വ്യക്തതയുള്ള നല്ല പദ്ധതികളുണ്ട്. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെങ്കിൽ, നാം ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ വ്യക്തമായ ഉദ്ദേശം എല്ലാ സാഹചര്യത്തിലും, എല്ലാ അനുഭവത്തിലുമുണ്ട്. കാരണം ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി പിന്തുടരുകയും യേശുക്രിസ്തുവിൻ്റെ ശബ്ദപ്രകാരം തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിക്കുന്നുവെങ്കിലും അതിൽ ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതികളുണ്ട്. കാരണം ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, പൗലോസ് ദൈവത്താൽ പിടിക്കപ്പെട്ടു. ക്രിസ്തുയേശുവിനാൽ 9-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് തൻ്റെ ജീവിതം ക്രിസ്തുവിനായി പരിപൂർണമായി താൻ വിട്ടുകൊടുക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന, അതുപോലെ ഈ 16-ാം അധ്യായത്തിൽ എത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വ്യക്തമായ ദർശനത്തോടെ ഓരോ സ്റ്റെപ്പും താൻ മുന്നോട്ട് വയ്ക്കുകയാണ്. വ്യക്തമായ ദർശനത്തോടെയാണ്. എന്നാൽ ഇതിൻ്റെ പുറകിൽ താൻ വ്യക്തതയോടെ മുന്നോട്ട് ദൈവശബ്ദപ്രകാരം, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിസന്ധി എന്ന് ഒരുപക്ഷെ ഇന്നത്തെ ക്രിസ്തീയ മണ്ഡലത്തിൽ പലപ്പോഴും പലർക്കും പലവിധമായ ചിന്തകൾ നമുക്കുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിയിലൂടെ നമുക്ക് കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ കഷ്ടം അല്ലെങ്കിൽ ഈ ക്ലേശങ്ങൾ? നമുക്ക് പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 5-8 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, നമ്മുടെ ഈ ഭൂലോകത്തുള്ള സകല മനുഷ്യർക്കും, നാം അനുഭവിക്കുന്ന
അതേ കഷ്ടം, അല്ലെങ്കിൽ അതേ വേദന, അതേ ദുഃഖങ്ങൾ, അതേ പ്രതികൂലങ്ങൾ ഒരുപക്ഷേ നാം അറിയുന്നില്ല എങ്കിലും പലരും പലതരത്തിലുള്ള വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് റോമലേഖനത്തെ നമുക്ക് വ്യക്തതയോടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതി കൊണ്ട്, അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് സുവിശേഷത്തിൻ്റെ വർധനവിന് വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു വിളിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, നമുക്കെല്ലാം പല തരത്തിലുള്ള വിളിയുള്ളവരാണ്. ഒരുപക്ഷേ ദൈവവചനം കേൾക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കാം, എൻ്റെ വിളി എനിക്ക് ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നാം ദൈവസന്നിധിയിൽ യഥാർത്ഥമായി മനസ്സ് പുതുക്കി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് ഓരോ ദിവസവും ദൈവത്തോട് ആരായുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യക്തതയോടെ ക്ലിയറായി ദൈവം നമുക്ക് വ്യക്തതയോടെ കാണിച്ചു തരും. കാരണം ദൈവ പദ്ധതിയില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ഭൂലോകത്തിലില്ല. കാരണം കർത്താവ് തൻ്റെ പദ്ധതി പ്രകാരമാണ് കുശവൻ ഒരു പാത്രം പണിയുമ്പോൾ വ്യക്തമായ പദ്ധതിയോടെയാണ് പാത്രത്തെ പണിയുന്നത്. അതല്ലാതെ കുശവന് തോന്നിയതുപോലെയല്ല, മറിച്ച് കുശവൻ വ്യക്തമായ പദ്ധതി പ്രകാരം. നമുക്കറിയാം, ഒരു ചട്ടി കുശവൻ്റെ കരത്തിലുണ്ടെങ്കിൽ ആ ചട്ടിയുടെ പണി എന്താണ്, അല്ലെങ്കിൽ ഒരു മൺകലമെങ്കിൽ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പാത്രങ്ങളെങ്കിൽ എന്തിനാണ് ആ കുശവൻ പണിയുന്നത്? അതിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. വെറും ഉദ്ദേശമില്ലാതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇതുപോലെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും, ഈ ഭൂമിയിൽ ജനിച്ച് വീഴ്ത്തപ്പെട്ട ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. ഒരുപക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നന്മയാണ് പൗലോസും ശീലാസും തങ്ങളുടെ സുവിശേഷത്തിൻ്റെ വ്യാപ്തിയിൽ അവർ ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പോടെ ധൈര്യത്തോടെ പ്രസ്താവിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അവർ ചെയ്ത പ്രവൃത്തി ദൈവഹിതപ്രകാരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധി, അങ്ങനെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ നാം ക്ഷീണിച്ചു പോകുവാനല്ല, മറിച്ച് അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി. കാരണം എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു കാര്യമായിരുന്നു, അവരെ വലിച്ചുകൊണ്ട് പോകുക മാത്രമല്ല, അതിൻ്റെ 20-ാം വാക്യത്തിൽ കാണുന്നു, അധിപതികളുടെ മുൻപിൽ നിർത്തി. നമുക്കറിയാം, ഒരു തെറ്റും ചെയ്യാത്തവർ പക്ഷേ നന്മ ചെയ്തു, ദൈവത്തിൻ്റെ ഹിതം ചെയ്തു, അല്ലെങ്കിൽ ആ ബാലിക്കാര്യത്തിലുള്ള പൈശാചിക ശക്തിയെ അവർ ഇല്ലാതെയാക്കി തീർത്തു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ വിട്ടുപോകാൻ കൽപ്പിച്ചു. എന്നാൽ അവർക്ക് കടന്നു വന്നത് അവരെ വലിച്ച് ഇഴച്ചുകൊണ്ടുപോയി അധിപതികളുടെ മുൻപിൽ നിർത്തി. അതുപോലെ യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി എന്നുള്ള അപവാദം അവരെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എങ്കിലും നിശബ്ദതയോടെ അവർ നിൽക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പൗലോസോ റോമക്കാരനാണെങ്കിലും യഹൂദരെന്ന് അവർ പറയുന്നു. അവർ 21 കാണുന്നു, റോമക്കാരായ നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് കാണാൻ സാധിക്കുന്നു, അവർക്ക് അംഗീകരിക്കുവാൻ പറ്റുന്നില്ല, അവർക്ക് അനുസരിക്കുവാൻ പറ്റാത്ത കാര്യമാണ് ദൈവവചനം എന്നുള്ളത്. ആ ദൈവവചനം അവർക്ക് അംഗീകരിക്കാനോ അനുസരിപ്പാനോ സാധ്യമല്ല. എന്നാൽ പൗലോസും ശീലാസും അത് പ്രസംഗിക്കുകയാണ്. അതിനെതിരായി ഒരു കൂട്ടം ജനം നിൽക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഇവരുടെ കഷ്ടതയുടെ, അല്ലെങ്കിൽ ഇവരെ തടവിൽ ആക്കുവാനുള്ളത് ദൈവത്തിൻ്റെ വ്യക്തമായ ഉദ്ദേശമായിരുന്നു. ഇങ്ങനെ തടവറയിൽ പോകുവാൻ അവർ തയ്യാറല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അനേകരെ അവർക്ക് നേടുവാൻ സാധ്യമല്ലായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പുരുഷാരവും അവരുടെ നേരെ ഇളകി. ഒരു വ്യക്തിയല്ല, 2 വ്യക്തിയല്ല, എന്നാൽ ഇവിടെ പുരുഷാരം മുഴുവനും പൗലോസിനും ശീലാസിനും നേരെ ഇളകുന്ന ഒരു അവസ്ഥ. എന്തിനു വേണ്ടിയാണ്? മറുവശത്ത് ദൈവത്തിൻ്റെ മനോഹരമായ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് ഈ വലിയ പ്രതിസന്ധിയിലൂടെ പൗലോസും ശീലാസും കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്നതായ കൊടുങ്കാറ്റുകൾ, അല്ലെങ്കിൽ നാം കടന്നു പോകുന്നതായ വലിയ ഭൂകമ്പങ്ങൾ, നാം കടന്നു പോകുന്നതായ വലിയ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ വലിയ ചുഴലിക്കാറ്റിൻ്റെ മധ്യത്തിൽ നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയെന്ന്. നാം ചിന്തിച്ച് ഭാരപ്പെടുവാനല്ല, മറിച്ച് അതിൻ്റെ മറുഭാഗത്ത് വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട്, വലിയൊരു ദൈവിക ഉദ്ദേശമുണ്ട്. നാം ഓരോരുത്തരും തയ്യാറാകുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ നമ്മെ ഉടച്ച് പണിയുവാൻ തക്കവണ്ണം
തക്കവണ്ണം നമ്മെ യഥാർത്ഥമായും ദൈവിക പദ്ധതിക്ക് വേണ്ടി പൗലോസ് ഒരു സ്മൂത്തായി ദൈവം വിളിച്ചത് കേട്ട് ആ വിളിക്ക് അനുസൃതമായി പൗലോസ് കടന്നുപോയിരുന്നുവെങ്കിൽ ഒരിക്കലും ദൈവത്തിന് വേണ്ടി വലിയ പ്രയോജനപ്പെടുവാൻ പൗലോസിന് സാധിക്കുകയില്ലായിരുന്നു. മറിച്ച് അനവിധമായ പ്രതിസന്ധികൾ, കൊടുങ്കാറ്റുകൾ, വലുതായ എതിർപ്പുകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് താൻ തന്നെ ഉരിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കൂടുതൽ മുഴങ്കാലിൽ ഇരിക്കുവാൻ, കൂടുതൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയുവാൻ, ദൈവഹിതപ്രകാരം ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ തക്കവണ്ണം പൗലോസിനെ ദൈവം സഹായിക്കുവാൻ തക്കവണ്ണം മാത്രമല്ല, ദൈവത്തോട് കൂടുതൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഭാഷ മനസ്സിലാക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കുവാൻ, ദൈവത്തിൻ്റെ ആ ദർശനം പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ തൻ്റെ സ്വപ്നമാക്കി മാറ്റി അനേകരോട് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി കഷ്ടതയുടെ തീച്ചുളകൾ തൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാനെല്ലാം പൗലോസിൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ച് ഉരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. നോക്കൂ, അവരുടെ വസ്ത്രം എറിഞ്ഞു കളയുവാൻ തക്കവണ്ണം ക്രിസ്തുവേശുവിൻ്റെ നാമത്തിന് വേണ്ടി നഗ്നരായി, അതുപോലെ ക്രിസ്തുവേശുവിൻ്റെ നാമനിമിത്തം അവരെ അടിപ്പിപ്പാൻ ലജ്ജാകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥ, സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്ത തെറ്റുകൾ പറഞ്ഞുണ്ടാക്കി ലജ്ജിപ്പിക്കുന്ന അവസ്ഥകൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ലജ്ജാകരമായ അവസ്ഥകളിലൂടെ നാം അറിയാത്ത ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ ചില വഴികളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്, മുള്ളുള്ള വഴികൾ, ഇടുങ്ങിയ വഴികൾ, അല്ലെങ്കിൽ ഞെരുക്കത്തിൻ്റെ വഴികൾ, വലിയ അന്ധകാരമാണ്, കൂട്ടത്താരെയും കാണുന്നില്ല, വലിയൊരു പ്രതിസന്ധിയാണല്ലോ, ആരുമില്ലല്ലോ എന്നുള്ള ചിന്താഗതിയിൽ നാം പലപ്പോഴും വലഞ്ഞു പോകുന്ന അവസ്ഥകളിൽ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നുണ്ട്, മറുവശത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടെന്ന്. ദൈവഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. നാം പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുമ്പോൾ ഈ ലോകം നമുക്ക് അനുകൂലമാകയില്ല. ഈ ലോകത്തിന് അനുകൂലമായി ജീവിക്കണമെങ്കിൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് ലോകത്തിൻ്റെ ഹിംബത്തിന് ഒത്തവണ്ണം ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ ഒഴുക്കിൽ അവർ ഒഴുകുവാൻ തുടങ്ങും. എന്നാൽ ലോകത്തിൻ്റെ ഒഴുക്കിന് വിരോധമായി നീന്തുവാൻ ദൈവം നമ്മെ പഠിപ്പിച്ചതുകൊണ്ട് നാം ലോക നിയമങ്ങൾക്ക് വിരോധമായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, നാം അറിയാത്തതായ പല വാക്കുകൾ, അല്ലെങ്കിൽ നാം അറിയാത്ത പല പ്രവൃത്തികൾ നമുക്കെതിരായി, അങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിൽ മറുവശത്ത് മനോഹരമായ ദൈവിക പദ്ധതിയുണ്ട്. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ദൈവ പദ്ധതി ഇല്ലാതെ മറ്റൊരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അതിൻ്റെ 23-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിൽ ആക്കി പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവരെ വളരെ അടുപ്പിച്ചു, തടവിലാക്കി. വളരെ അടുപ്പിക്കുക, ഒരു കാരണമില്ലാതെ വളരെ അടികൊള്ളുന്ന അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലവിധമായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം അടികൊള്ളുന്നവരാണോ? പലതരത്തിലുള്ള അടികൾ, ഒരുപക്ഷെ വടി കൊണ്ടുള്ള അടിയായിരിക്കാം പൗലോസിനും ശീലാസിനും ഏറ്റതെങ്കിൽ, വാക്കുകൾ കൊണ്ടടിക്കുന്നവർ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂടി നമുക്ക് മുറിവേൽപ്പിക്കുന്ന അനേക അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അനവധി വളരെ അടുപ്പിച്ച ശേഷം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അടികൾ നമുക്ക് കേൾക്കുമ്പോൾ, ഒരുപക്ഷെ വാക്കുകളാൽ ആയിരിക്കാം, ഒരുപക്ഷെ വടി കൊണ്ടായിരിക്കാം, വാക്കുകൾ കൊണ്ടായിരിക്കാം, ജീവിതത്തിൻ്റെ പല അനുഭവത്തിലുള്ള അടികളായിരിക്കാം. ഈ അടികൾ ഏൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ഞാൻ പ്രയോജനമുള്ളൊരു വ്യക്തിയാണ്, ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്, ദൈവഹിതമല്ലാതെ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകും. നമ്മൾ നടക്കുന്ന വഴികൾ, ആ യാത്രയിൽ അനേകരെ രക്ഷയുടെ കൊണ്ടുവരുവാനാണ് ഈ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതിന് കാരണം ഈ പൗലോസും ശീലാസും കടന്നു പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് തടവറയുടെ വഴിയിലൂടെ അവർക്ക് കടന്നു പോകേണ്ടിയിരുന്നു. തടവറയിലുള്ളവരെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരുവാൻ, തടവറയുടെ അധികാരിയെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, അവരുടെ ചാർച്ചക്കാരെ, ബന്ധുമിത്രാദികളെ, അവരെ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കവണ്ണം
തക്കവണ്ണം തടവറയുടെ വഴിയിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പൗലോസും ശീലോസും ആ തടവറയുടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവർ ഒരിക്കലും ദൈവത്തോട് പിറുപിറുക്കാതെ ഇതെന്തിനെന്ന് ചോദിക്കാതെ മുട്ടുമടക്കുവാൻ ദൈവസന്നിധി അവരെ കാലും കൈയും എല്ലാം ആമത്തിലിട്ട് പൂട്ടിയിട്ടും അവർ സന്തോഷത്തോടെ ആനന്ദത്തോടെ അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ തക്കവണ്ണം അവർ സന്നദ്ധരായി. അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോകുവാനോ ഹൃദയം തണുത്തു പോകുവാനോ അവരുടെ ആനന്ദം ആരും എടുത്തു കളയുവാനോ ദൈവം ഒരിക്കലും അനുവദിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ ഒരുക്കത്തോടെ ദൈവകരത്തിൽ എപ്പോഴും ഏൽപ്പിക്കണം. ഗത്സമനയിൽ യേശുക്രിസ്തു മുറിവേറ്റു, ഹൃദയം തകർക്കപ്പെട്ടു. തൻ്റെ ശരീരത്തിൽ അടിയേൽക്കുന്നതിന് മുൻപ് ഗത്സമനയിൽ തൻ്റെ മനസ്സ് തകർക്കപ്പെട്ട അവസ്ഥ, തൻ്റെ ഹൃദയം തകർക്കപ്പെട്ട അവസ്ഥ, തൻ്റെ ശരീരത്തിൽ ഒരടി പോലും ഏൽക്കുന്നതിന് മുൻപുണ്ടായ വലിയ പ്രതിസന്ധികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം കൂടാതെ തന്നെ പിടിക്കുവാൻ തക്കവണ്ണം, കാരണം കൂടാതെ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി താൻ തകർക്കപ്പെടുകയാണ്. ലോകത്തിൻ്റെ പാപങ്ങളെ ഏറ്റുകൊണ്ട് തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു തെറ്റല്ല, മറിച്ച് മൊത്തം ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി യേശു സഹിക്കുന്ന ഒരു വലിയ വേദനാജനകമായൊരവസ്ഥ ഗത്സമനിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ്റെ രക്തം പോലെ വിയർപ്പ് തുള്ളികൾ താഴെ വീഴുന്ന അവസ്ഥ, അവന് വലിയ പ്രതിസന്ധിയിലൂടെ, മാനസികമായ വലിയ സംഘർഷത്തിലൂടെ ദൈവമേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ യേശു മുട്ടുമടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയേറ്റു. തൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ ആരെയും കണ്ടെത്തിയില്ല. വല്ലാതെ ആഗ്രഹിച്ചു. ആഗ്രഹത്തോടെ ശിഷ്യന്മാരെ വിളിച്ചു ഉണർത്തി തൻ്റെ കൂടെ ഇരുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും അവരുടെ കണ്ണിൽ ഉറക്കത്തിൻ്റെ ആധിക്യ നിമിത്തം അവരുടെ ശരീരം ബലഹീനമായി അവർ കിടന്നുറങ്ങുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയപ്പോഴും യേശു മുട്ടിന്മേൽ നിന്ന് ലോകത്തിന് വേണ്ടി കരയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നാം മുട്ടുമടക്കുമ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ മറുവശത്ത് അനേക ജീവിതങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇതേ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർ, ഇതേ അവസ്ഥയിലൂടെ ഇതേ വേദനയിലൂടെ കടന്നു പോകുന്നവർ, ഇതേ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവർ, അവർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം നാം കടന്നു പോകുന്ന വഴികൾ ഒരുപക്ഷെ തടവറയുടെ വഴികളായിരിക്കാം. നാം കടന്നു പോകുന്ന വഴികൾ നാം ചിന്തിക്കാത്ത, നാം ദർശനത്തിൽ കാണാത്ത വഴികളായിരിക്കാം. ദർശനത്തിൽ കണ്ടത് മക്കധ്വനിക്കാരനായ ഒരു പുരുഷൻ വന്ന് വിളിക്കുന്നു, സഹായം ചോദിക്കുന്നു, അവർക്ക് വചനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് മാത്രമായിരുന്നു ദർശനം. എന്നാൽ കടന്നു പോകുന്ന വഴിയിലുള്ള പ്രതിസന്ധികൾ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിയില്ല. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന നമുക്ക് ലഭിച്ച ദർശനം വളരെ മനോഹരമാണ്. നമുക്ക് ലഭിച്ച ദർശനം, ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ മനോഹരമാണ്. എന്നാൽ നാം നടക്കേണ്ടുന്ന വഴികൾ ദൈവം വെളിപ്പെടുത്തിയാൽ പലപ്പോഴും നമ്മുടെ കാൽച്ചുവടുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാധ്യതയില്ലാതെ നാം വലഞ്ഞു പോകുന്ന അവസ്ഥകൾ കടന്നു വരാം. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മോട് വെളിപ്പെടുത്താതെ നാം വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന വിശ്വാസയാത്രയിൽ നാം മുട്ടുമടക്കുമ്പോൾ, നമുക്ക് കഴിയാതെ വരുമ്പോൾ നാം മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് കഴിയാതെ വരുന്ന പ്രതിസന്ധിയിൽ നാം ചിന്തിക്കാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ, അർദ്ധരാത്രികളിൽ നാം കരങ്ങൾ ഉയർത്തുമ്പോൾ, ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ വലിയൊരു ആത്മബലമുണ്ട്. നമുക്ക് ലഭിക്കുന്നതായ ആത്മീക സന്ദേശങ്ങളുണ്ട്. നമുക്ക് ലഭിക്കുന്നതായ ആത്മീകമായ ധൈര്യമുണ്ട്. അത് അനേകർക്ക് നിരാശപ്പെട്ട് അധൈര്യപ്പെട്ടിരിക്കുന്ന അനേകർക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ അത്ഭുത പ്രവൃത്തികളാണ് ഇവിടെ കാണുവാൻ സാധിപ്പിക്കുന്നു. കാരണം കൂടാതെ തന്നെ അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിൽ ആക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. കൽപ്പന കഠിനമായിരുന്നു. ദൈവവചനത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഓടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്കെതിരായുള്ള പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ കഠിനമാണ്. നമ്മുടെ പോരാട്ടങ്ങളിൽ നാം ഒരിക്കലും തളർന്നു പോകുവാനല്ല, പൗലോസോ കണ്ട ദർശനത്തിൻ്റെ ആ പൂർത്തീകരണത്തിന് വേണ്ടി അവൻ തടവിൽ, അകത്തെ തടവിൽ, പുറത്തുള്ള തടവിലല്ല, മറിച്ച് അകത്തെ തടവിൽ, അന്ധകാരത്തിൻ്റെ കൂരിരുട്ടിൻ്റെ അകത്ത്
അകത്ത് ഒരിക്കലും ആർക്കും കടന്നു പോകാൻ സാധ്യതയില്ലാത്ത കൂരിരുട്ടിൽ ആ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ടുപൂട്ടി. എന്തിനു വേണ്ടിയാണ് കാൽ ആമത്തിലിട്ട് പൂട്ടിയത്? മുന്നോട്ട് പോകുവാൻ ഒരു സാധ്യതയുമില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്? കണ്ട ദർശനം, ആ ദർശനത്തിൻ്റെ പൂർത്തീകരണമായി മുന്നോട്ട് പോകുവാൻ ആയുകയാണ്. എന്നാൽ മുന്നോട്ട് പോകുവാൻ ആയുവാൻ തക്കവണ്ണം സാധ്യതയില്ലാതെ വണ്ണം അകത്തെ തടവറയിൽ ഒരിക്കലും അനങ്ങുവാൻ തക്കവണ്ണം ഇടയില്ലാതെ വണ്ണം അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടുവാൻ തക്കവണ്ണം വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അകത്തെ തടവറയിൽ ഇടുവാൻ പൈശാചിക മണ്ഡലങ്ങൾ നമുക്കെതിരായി സാത്താനി കൂട്ടങ്ങൾ വലിയ പദ്ധതികൾ ഒരുക്കുമ്പോൾ നമുക്കറിയാം നാം ധരിച്ചിരിക്കുന്നത് സർവായുധ വർഗമാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന സർവായുധ വർഗമാണ്. എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന എല്ലാ സർവായുധ വർഗങ്ങളിലും എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ആ സർവായുധ വർഗങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് ആത്മാവിൽ ഏത് സമയം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് ഏത് സമയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടരുന്നുവെങ്കിൽ നമ്മുടെ ശരീരം കർത്താവിനെ കീഴ്പ്പെട്ടുകൊണ്ട്, നമ്മുടെ ശരീരം ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ദൈവം മുൻപാകെ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമുക്കെതിരായുള്ള പ്രതിസന്ധികളെ, പോരാട്ടങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ വലിയ തടവറയുടെ മധ്യത്തിൽ കാലുകൾ ആമത്തിൽ ഇട്ട് പൂട്ടിയ അവസ്ഥയിൽ ഇന്ന് നമ്മുടെ കാലും ഒരുപക്ഷെ വചനം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആമത്തിൽ പൂട്ടപ്പെട്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. മുന്നോട്ട് പോകുവാൻ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, എന്നാൽ ശരീരം കൊണ്ട് പൂട്ടപ്പെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ സാധ്യതയില്ലാത്ത പല പ്രതിസന്ധികളാണ്, പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് കിടക്കുന്നത്. എന്നാൽ ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ബുദ്ധി ഓർപ്പിക്കുകയാണ്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. ജീവിതത്തിൻ്റെ അർദ്ധരാത്രികൾ, ജീവിതത്തിൻ്റെ ആമത്തിൽ പൂട്ടപ്പെട്ട ജീവിത അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ തടവറയുടെ അനുഭവങ്ങൾ, ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഒരു സാധ്യതയുമില്ല. സകല വാതിലുകളും മനുഷ്യരാൽ അടയപ്പെടുകയാണ്. ദൈവം തുറന്നു, ദൈവം പറഞ്ഞു പോകുവാൻ, ദൈവം ദർശനം കാണിച്ചു. എന്നാൽ ദൈവത്താൽ നയിക്കപ്പെട്ട വ്യക്തികൾ കടന്നു പോകുന്ന വഴിയിൽ അവരുടെ മധ്യത്തിൽ വാതിലുകൾ അടയപ്പെടുകയാണ്. ഒരുപക്ഷെ നാം ചിന്തിക്കും, ഈ വാതിൽ എന്നേക്കുമായി അടഞ്ഞു പോയോ? ഇല്ല. നാം പൗലോസിനെ പോലെ, ശീലാസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നാം ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൊച്ചു കൊച്ചു വാതിലുകളായിരിക്കാം പിശാചും മനുഷ്യരും അടച്ചു കളയുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിലുകൾ അത് അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. കാരണം നമുക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത് വാതിലാകുന്നവനാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വാതിൽ. ആ വാതിലാകുന്നവൻ നമുക്ക് വേണ്ടി വാതിൽ തുറക്കുമ്പോൾ അവൻ തുറക്കുന്ന വാതിൽ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. അവൻ അടച്ചാൽ അത് തുറക്കുവാൻ ആർക്കും സാധ്യമല്ല. അവൻ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. പൗലോസും ശീലാസും ആമത്തിൽ അവരുടെ കാൽ പൂട്ടപ്പെട്ട് തടവറയിൽ, അകത്തെ തടവറയിൽ വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കപ്പെട്ടപ്പോഴും ദൈവം അവരോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുപക്ഷെ നിശബ്ദതയാണ്, ദൈവശബ്ദം കേൾക്കുവാൻ സാധ്യതയില്ലാത്ത അർദ്ധരാത്രിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് നമ്മുടെ കൂടെയുള്ള മറ്റേ വ്യക്തിയെ കാണുവാൻ സാധ്യതയില്ലാതെ വണ്ണം അർദ്ധരാത്രിയാണ്. പൗലോസും ശീലാസും പരസ്പരം തിരിച്ചറിഞ്ഞത് തങ്ങളുടെ ശബ്ദത്താലാണ്. ഒരുപക്ഷെ പരസ്പരം തിരിച്ചറിഞ്ഞത് കാരണം ആമത്തിൽ പൂട്ടപ്പെട്ട അർദ്ധരാത്രിയുടെ അനുഭവങ്ങൾ, വിളക്കില്ല കൊടും കൂരിരുട്ടിൻ്റെ അവസ്ഥകൾ, ആ ജീവിത അനുഭവത്തിൽ അവർ പരസ്പരം കേട്ടത് ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദത്തിൽ പരസ്പരം കേൾക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അർദ്ധരാത്രികൾ, നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തി നമുക്ക് കാണുവാൻ സാധ്യതയില്ലാതെ വണ്ണം കൊടും കൂരിരുട്ടിൻ്റെ അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മുടെ കാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ട അവസ്ഥയിൽ, മുന്നേറുവാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്, നാം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം. കാരണം ഇവിടെ അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. നാം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഓർപ്പിക്കുകയാണ്. കാരണം അവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്കറിയാമായിരുന്നു, ദൈവം ഒരു കാര്യം സംസാരിച്ചാൽ അവൻ ഒരിക്കലും നുണ പറയുന്ന ദൈവമല്ല. ദൈവം പറഞ്ഞാൽ ആ വാക്കിന് മാറ്റമില്ല. ദൈവം പറയുന്ന വാക്കുകൾ വള്ളിയോ പുള്ളിയോ അത് വിട്ടുപോകുകയില്ല. വചനത്തിൻ്റെ ഒരു മാത്രയ്ക്ക് മാറ്റം വരികയില്ല. ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു
ത്തിനോ പോലും മാറ്റം വരികയില്ല എന്ന്, ഒരു ബിന്ദുവിന് പോലും മാറ്റം വരികയില്ല എന്നുള്ള ദൈവവചന പ്രകാരം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. തടവുകാർ ശ്രദ്ധിച്ച് കൊണ്ടിരുന്നു. അർദ്ധരാത്രി സമയത്ത് ആർക്കും ഉറങ്ങുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ തടവിൽ കിടക്കുന്നവർ എങ്ങനെ കിടന്നുറങ്ങും? മാനസികമായ പ്രതിസന്ധികൾ വളരെയാണ്. തടവറയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് വ്യക്തതയോടെ അറിയാം, തടവറ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മാനസികമായി നമ്മെ തകർക്കുന്ന ഒരവസ്ഥയാണ് തടവറയുടെ അവസ്ഥകൾ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ജയിലിൽ കടന്നുപോയ ഒരു വ്യക്തിയല്ലായിരിക്കാം, എന്നാൽ മറ്റ് പലതരത്തിലുള്ള തടവറയുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ ഈ തടവറയുടെ അവസ്ഥകളിൽ നാം എപ്രകാരമാണ് ആ തടവറയെ അഭിമുഖീകരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയെ നാം എപ്രകാരമാണ് അഭിമുഖീകരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ കാണുവാൻ സാധിക്കണം. പ്രാർത്ഥനയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഈ വചനഭാഗങ്ങൾ നമ്മെ ബുദ്ധി ഓർപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ നാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയോടെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ മനസ്സ് കർത്താവുമായുള്ള ബന്ധത്തിൽ ഉറച്ചിരിക്കുവാൻ തക്കവണ്ണം ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറയുവാൻ ഇടയെത്തുന്നു. ചില പ്രശ്നങ്ങൾ പല തലമുറയായുള്ള ശാപങ്ങളാൽ, ചില പ്രതിസന്ധികളിലൂടെ ശാപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മ ഇപ്രകാരം പറയുവാൻ ഇടയെത്തും. നമ്മുടെ മനസ്സ് ദൈവമായുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ, ആരാധനയിൽ ഉറ്റിരിക്കുവാൻ, ദൈവം ക്രിസ്തു യേശു നമ്മുടെ ശാപത്തെ തകർക്കുവാൻ തക്കവണ്ണം കാൽവറി ക്രൂശിൽ തകർക്കപ്പെടുവാൻ ഇടയെത്തുന്നു. നമ്മുടെ പാപത്തെ തകർക്കുവാൻ, നമ്മുടെ പ്രതിസന്ധികളെ തകർക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്നതായ അനവിധമായ വലിയ പാപത്തിൻ്റെ പ്രതിസന്ധിയായിരിക്കാം, അല്ലെങ്കിൽ ശാപത്തിൻ്റെ പ്രതിസന്ധിയായിരിക്കാം, അതിനെ തകർക്കുവാൻ യേശു ക്രിസ്തു തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാൻ, തൻ്റെ അവസാനത്തുള്ളി രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെടുവാൻ ഇടയെ തീർന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ വിടുവിക്കുവാൻ കഴിയാത്ത ഒരു ശാപമോ, ഒരു പാപമോ, ഒരു പൈതൃകത്തിൻ്റെ പാപമോ ഒന്നും തന്നെയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും സ്ഥാനമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളത് ദൈവിക വിടുതലുകൾക്കാണ്. നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളത് ദൈവത്തിൻ്റെ കരത്തിനാണ്. ദൈവകരം നമ്മോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഇല്ല എന്നല്ല, പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകേണ്ടതായി വരും. കഷ്ടതയുടെ തീച്ചുളകൾ നമ്മുടെ അവസാന ശ്വാസം വരെയും നമുക്ക് ഈ ഇടുങ്ങിയ വാതിലൂടെ നടക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് പല തരത്തിലുള്ള പ്രതിസന്ധികൾ, ഒരുപക്ഷെ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി അല്ലായിരിക്കാം നാളെ കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മാത്രം നമുക്ക് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മ നമ്മെ ബുദ്ധി ഓർപ്പിക്കുന്നു. കാരണം ഈ ഓരോ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തിന് വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ 26-ാം വാക്യത്തിൽ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. അതിന് കാരണം അവർ പ്രാർത്ഥിച്ചു ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി. നമ്മുടെ പ്രതിസന്ധികൾ കൂരിരുട്ടിൻ്റെ അവസ്ഥയാണ്, തടവറയുടെ അവസ്ഥയാണ്. ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല, മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഒരു തരത്തിലും മുന്നേറുവാൻ സാധ്യതയില്ലാത്ത പ്രതിസന്ധികളാണ്. എങ്ങനെ മുന്നേറുമെന്ന് ഭാരപ്പെടുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കൂരിരുട്ട് എന്നേക്കും നിലനിൽക്കില്ല, ഈ തടവറ എന്നേക്കും നിലനിൽക്കില്ല, ഈ അവസ്ഥ, കാല് ആമത്തിൽ പൂട്ടപ്പെട്ട അവസ്ഥ എന്നേക്കും നിലനിൽക്കില്ല. അതിനെല്ലാം ഒരു മാറ്റമുണ്ട്. ഈ തടവറ മാറും, ഈ ആമത്തിൽ പൂട്ടപ്പെട്ട അവസ്ഥകൾ മാറും, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറും. ദൈവം പറയുകയാണ്, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കുവാൻ തക്കവണ്ണം. എന്നെ വളരെ ഇഷ്ടപ്പെടുത്തുന്ന വചനഭാഗമാണ്. നാം സർവായുധ വർഗ്ഗങ്ങൾ ഓരോന്നും ധരിക്കുന്നതോടൊപ്പം തന്നെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2 ദിനവൃത്താന്തം അതിൻ്റെ 20-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് രാജാവിൻ്റെ 4 ചുറ്റും പ്രതിസന്ധിയുടെ വലിയൊരു കൂട്ടം, വലിയ പ്രതിസന്ധിയിലാണ് താൻ ആയിരിക്കുന്നത്. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ മണലാരണ്യം പോലെ ശത്രുക്കൾ തനിക്ക് ചുറ്റും. കാരണം കൂടാതെയാണ് പൗലോസിനും ശീലാസിനും എതിരായും ശത്രുവിൻ്റെ വലിയൊരു കൂട്ടം, ജനം ഇളകി, പുരുഷാരം ഇളകി, അല്ലെങ്കിൽ പട്ടണം ഇളകി, വലിയ കൂട്ടമായി ജനം ഇളകുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന കാരണമില്ലാത്ത കാര്യങ്ങൾ. എന്നാൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണമില്ലാത്ത പല കാര്യങ്ങൾ പൈശാചികൻ പല പ്രതിസന്ധികൾ കൊണ്ടുവരാം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിന് നാം വളരെയധികം ചിന്തിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു
ലോകത്തിൻ്റെ പാപത്തെ ഏറ്റുകൊണ്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്. എന്നാൽ കാരണം കൂടാതെയുള്ള പലവിധമായ കുറ്റ ആരോപണങ്ങൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരിക്കുന്ന അവസ്ഥയോടനുബന്ധിച്ച് പലതും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം കൂടാതെ അപവാദി വളരെ ശക്തിയോടെ അപവാദം പരത്തുന്ന അവസ്ഥകളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് യേശുക്രിസ്തു പ്രാർത്ഥനയോടൊരു മാതൃക കാണിക്കുവാൻ ഇടയായി തീർന്നു. ഈ തടവറയുടെ അവസ്ഥയിൽ പൗലോസും ശീലാസും കാണിച്ച മാതൃക പ്രാർത്ഥിക്കുകയും അതുപോലെ അവർ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നു. യഹോശാഫാത്തിൻ്റെ ജീവിതത്തിലും അവൻ ദൈവത്തിൻ്റെ വചനം ഏറ്റുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 4 ചുറ്റും മണലാരണ്യം പോലെ പ്രതിസന്ധി വന്നു നിൽക്കുമ്പോൾ, ശത്രു സൈന്യം വന്നു നിൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. കണ്ടു നിന്ന ജനം ഒരുപക്ഷെ എത്രമാത്രം കണ്ടു നിന്നവർ അവരെ പരിഹസിച്ചിരിക്കാം. ശത്രു സൈന്യം അവരെ പരിഹസിക്കുന്ന അവസ്ഥയായിരിക്കാം. അവർ കുറച്ചു പേർ മാത്രം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. അല്ലെങ്കിൽ വീണകളേറ്റിക്കൊണ്ട് ഒരു വശത്ത് ജനം വാളും കുന്തവുമായി നിൽക്കുമ്പോൾ, യുദ്ധത്തിനൊരുങ്ങി നിൽക്കുമ്പോൾ, 4 ചുറ്റും ശത്രു സൈന്യം വാളും കുന്തവുമായി നിൽക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു കൊച്ചുകൂട്ടം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. വീണകളേന്തിക്കൊണ്ട്, കിന്നരമേന്തിക്കൊണ്ട് ദൈവത്തിന് സ്തുതിയും ആരാധനയും കരയറ്റുകയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ആർത്തുപാടുന്ന ഒരു കൊച്ചുകൂട്ടം. അതിൻ്റെ ചുറ്റും ശത്രു സൈന്യം ശക്തിയോടെ അവരെ തകർക്കുവാൻ നിൽക്കുമ്പോൾ ആ ചെറിയ കൂട്ടത്തിൻ്റെ ആരാധന വലിയ വിടുതലായി, വലിയ ദൈവപ്രവൃത്തിയായി, ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിക്കുറിക്കുന്ന വലിയ പ്രവൃത്തിയായി തീരുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, നാം കടന്നു പോകുന്ന വഴികളിലൂടെയുള്ള വലിയ ഞെരുക്കങ്ങൾ, അവസ്ഥകൾ, അതിനെ മാറ്റുവാൻ തക്കവണ്ണം നാം നെടുവീർപ്പിടുവാൻ വിളിക്കപ്പെട്ടവരല്ല. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ണുനീരോടെ പിറുപിറുക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. മറിച്ച് ആനന്ദത്തിൻ്റെ കണ്ണുനീർ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രതിസന്ധികളുടെ മധ്യത്തിൽ 4 ചുറ്റും മണലാരണ്യം പോലെ ശത്രു സൈന്യം നമുക്കെതിരായി നിൽക്കുമ്പോൾ, 4 ചുറ്റും നമുക്കെതിരായി ജനം ഇളകി വരുമ്പോൾ, 4 ചുറ്റും നമുക്കെതിരായി വലിയ കൂട്ടം ജനം നമ്മളെ പിടിച്ച് തടവിലാക്കി ആമത്തിൽ നമ്മുടെ കാൽ പൂട്ടുമ്പോൾ, മുന്നോട്ട് പോകുവാൻ പ്രതിസന്ധികൾ മാത്രം, മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ലാത്തപ്പോൾ ദൈവത്തിൻ്റെ വചനം നൽകുന്ന വലിയ ഒരു ആയുധമുണ്ട്. നമുക്കെടുക്കുവാനുള്ള ആയുധം പ്രാർത്ഥനയും സ്തുതിയുമാണ്. നാം ദൈവത്തെ മനസ്സുകൊണ്ട് ഒരുപക്ഷെ വാ തുറന്ന് സ്തുതിക്കുവാൻ സാധ്യതയില്ല എങ്കിൽ അന്യ ഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തെ അന്യഭാഷകളിൽ സ്തുതിക്കുവാൻ, അല്ലെങ്കിൽ അവനെ സ്തുതി സ്തോത്രം കരയറ്റുവാൻ നമ്മുടെ വാ പൂട്ടിക്കൊണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. അതിനുള്ള അനേക ട്രെയിനിങ്ങുകൾ പല അവസരങ്ങളിൽ, പല പ്രതിസന്ധികളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് അടിയൻ്റെ ജീവിതത്തിൽ നൽകുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവർ പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിൽ ഒക്കെയും തുറന്നുപോയി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഭൂകമ്പമുണ്ടായി, വാതിലൊക്കെയും തുറന്നുപോയി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു വാതിലല്ല, വാതിൽ ഒക്കെയും തുറന്നു പോകുന്ന ഒരവസ്ഥ. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. നമുക്ക് കാണാൻ സാധിക്കുന്നു, വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഒരു വാതിലല്ല, അടച്ചത് എന്താണ്? ഒരു വാതിലാണ്. മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധ്യതയില്ലാതെ വണ്ണം ഒരു വാതിൽ അവർക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി അനേക വാതിലുകൾ ദൈവത്താൽ തുറക്കപ്പെട്ടു. അതിന് കാരണം അവർ പ്രാർത്ഥിച്ച ദൈവത്തെ സ്തുതിച്ചപ്പോൾ അടയ്ക്കപ്പെട്ട ഒരു വാതിലെങ്കിൽ, ഒരു ആമത്തിൽ അവരെ ഇട്ടുവെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വാതിലൊക്കെയും തുറക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് മുൻപിൽ, നമുക്ക് ഇനിയും നമുക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ട വാതിലുകളില്ല, തുറക്കപ്പെട്ട വാതിൽ മാത്രം. പ്രാർത്ഥിക്കുന്ന, സ്തുതിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാം ചിന്തിക്കണം, നിൽക്കുന്നത് അവിടെ തന്നെയാണ്, ആമത്തിലിട്ട അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന അനേക വാതിലുകളുണ്ട്. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, നാം നെടുവീർപ്പിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനല്ല, നാം പരിഭവപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനല്ല, നാം പരാതികളിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനോ ദൈവത്തെ സ്തുതിക്കുവാനോ അല്ല, നമ്മുടെ പരാതിയുടെ കണ്ണുനീർ ഒഴുകുവാനല്ല, മറിച്ച് ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്നും ഒഴുകുവാൻ
തക്കവണ്ണം നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, വാതിൽ ഒക്കെയും തുറന്നു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്, നാം സ്തുതിക്കുന്നതിൻ്റെ ശക്തിയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രതിസന്ധിയെ സ്തുതിക്കുമ്പോൾ, പ്രതിസന്ധി ഇല്ലാത്തപ്പോൾ പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും വലിയ ഉന്മേഷം നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് പ്രശ്നങ്ങളില്ല, നമുക്ക് വളരെ സന്തോഷത്തോടെ അടിച്ചോ അല്ലാതെയോ നമുക്ക് ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ സാധിക്കും. എന്നാൽ കഠിനമായ അർദ്ധരാത്രിയുടെ യാമങ്ങൾ, കഠിനമായി കാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ട അവസ്ഥകൾ, കഠിനമായി അപവാദി ജനമിളകി അപവാദം പരത്തുന്ന അവസ്ഥകൾ, വലിയ പ്രതിസന്ധികൾ നമ്മെ കാരാഗ്രഹത്തിൻ്റെ അകത്തെ വാതിലിൻ്റെ അകത്ത് ഇട്ട് പൂട്ടുന്ന അവസ്ഥയിൽ, അതിൻ്റെ മധ്യത്തിൽ വളരെ അടിപ്പിക്കുന്ന അവസ്ഥയിൽ, അതിൻ്റെ മധ്യത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കാം, എങ്ങനെ ദൈവത്തെ സ്തുതിക്കാം, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നാം പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അതിൻ്റെ കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നു, വാതിലൊക്കെയും തുറന്ന് എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീഴുവാൻ തക്കവണ്ണം. അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയിക്കളഞ്ഞു എന്ന് ഊഹിച്ചു വാളൂരി തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു. നോക്കൂ, കാരാഗ്രഹ പ്രമാണി ഉറങ്ങുകയാണ്. എന്നാൽ തടവിലായ തടവ് പുള്ളികൾ ആരും ഉറങ്ങുന്നില്ല. പൗലോസും ശീലാസും ഒന്നും ഉറങ്ങുന്നില്ല. എന്നാൽ കാരാഗ്രഹ പ്രമാണി സുഖമായി കിടന്നുറങ്ങുകയാണ്. ആരാണ് അവരെ കാരാഗ്രഹത്തിലിട്ടത്? അവർ കിടന്നുറങ്ങുകയാണ്. എന്നാൽ കാരണം കൂടാതെ കാരാഗ്രഹത്തിൻ്റെ അകത്ത് അടയ്ക്കപ്പെട്ട 2 വ്യക്തികൾ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചപ്പോൾ കാരണത്താൽ തടവിലാക്കപ്പെട്ട തടവ് പുള്ളികൾ അല്ലെങ്കിൽ ക്രിമിനൽസ് ഉണ്ട്. അവർക്കും ഉറങ്ങുവാൻ സാധ്യതയില്ല. കാരണം നാളെ അവരുടെ കഴുത്തിന് മുൻപിൽ തല ഉണ്ടാകുമോ, അവരുടെ ജീവിതം ശേഷിക്കുമോ എന്ന് അവർക്കറിയില്ല. വളരെ മാനസിക പിരിമുറുക്കത്തിലാണ്. നാളെ എന്ത് സംഭവിക്കുമെന്നറിയാതെ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിയാതെയുള്ള പിരിമുറുക്കത്തിൽ ജീവിക്കുന്ന തടവുകാർ അവരും ഉറങ്ങാതെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണി ഉറങ്ങി, എന്നാൽ മറ്റുള്ള തടവുകാരും ഉറങ്ങാതെ ഇരുന്നു. എന്നാൽ വാതിലുകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, വാതിലുകൾ തുറന്ന് ഇരിക്കുന്നത് കണ്ടു. അതാരാണ് വാതിലുകൾ തുറന്നത്? നമുക്ക് മുൻപിൽ വാതിലുകൾ തുറക്കുന്ന ദൈവം. ഒരു വാതിലല്ല, പല വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനയിലും സ്തുതിയിലും ദൈവം വാതിലുകൾ തുറക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം മുഷിഞ്ഞു പോകാതെ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായ വേദനയുടെ മധ്യത്തിൽ, അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ, വലിയ പ്രതിസന്ധികളുടെയും കടന്നു പോകുന്ന അവസ്ഥയിൽ നാം നമ്മുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുമ്പോഴും നാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ മുഴങ്കാലുകൾ വേദനപ്പെടുമ്പോഴും നാം മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം, നമുക്ക് അസഹനീയമായ പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നാം ഉപവസിക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ കരം ഉയർത്തുവാൻ തക്കവണ്ണം. പലപ്പോഴും നമ്മുടെ കരം കഴയ്ക്കുന്ന അവസ്ഥകൾ, ഉയർത്തുവാൻ സാധ്യതയില്ലാത്ത അവസ്ഥകൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഓർപ്പിക്കുന്ന കരം ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ തക്കവണ്ണം ഇവിടെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയെന്ന് ഊഹിച്ച് വാളൂരി തന്നെ താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ് നോക്കൂ, ഇവിടെ തടവറയിൽ ദൈവം കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശ നിവൃത്തീകരണം വരുന്നത് 28-ാം വാക്യത്തിലാണ്. എന്തിനാണ് അടിയേറ്റത്? എന്തിനാണ് കാലാമത്തിലായത്? എന്തിനാണ് കാരാഗൃഹത്തിൻ്റെ അകത്തേക്ക് പൂട്ടപ്പെട്ടത്? ഈ ദൈവിക പദ്ധതി തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ 28-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പൗലോസിനും ശീലാസിനും മനസ്സിലാകുന്നു. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ നിത്യനരകത്തിൽ പോകുന്നതിന് മുമ്പ് 28-ാം വാക്യത്തിൽ ആ കാരാഗൃഹ പ്രമാണി നിത്യനരകത്തിൽ സ്വയം ആത്മഹത്യ ചെയ്ത്, നിത്യനരകത്തിൽ സ്വയം വാളിനാൽ വെട്ടിക്കൊന്ന് തന്നെത്താൻ മരിക്കുവാൻ താൻ ചിന്തിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റായി പൗലോസ് ഉച്ചത്തിൽ അലറി വിളിച്ചു പറഞ്ഞു, നീ നിന്നെ തന്നെ കൊല്ലരുത്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സത്യസന്ധരായ തടവുപുള്ളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. സത്യസന്ധത പൗലോസിനും ശീലാസിനും മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ആരാധനയുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ മറ്റുള്ള തടവുകാരും
സത്യസന്ധരായി വിശ്വസ്തരായി തീരുവാനിടയായി തീർന്നു. കാരണം ആരും ഓടിപ്പോയില്ല. സമയമുണ്ടായിരുന്നു, വേണമെങ്കിൽ ഓടിപ്പോകാമായിരുന്നു. എന്നാൽ ആരും ഓടിപ്പോകാതെ എല്ലാവരും ദൈവിക അനുസരണത്തോടെ ഇരിക്കുന്ന ആരും ഓടിപ്പോയില്ല. കാരണം അതാണല്ലോ പൗലോസ് ഇവിടെ വ്യക്തമായ കാരാഗൃഹ പ്രമാണിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിനർത്ഥം ആ തടവറയിൽ ഉണ്ടായിരുന്നവരെല്ലാം വിശ്വസ്തരായി തീരുവാൻ തക്കവണ്ണം 2 വിശ്വസ്തർ, 2 സത്യസന്ധർ, 2 ദൈവത്തെ അനുസരിക്കുന്നവർ, അങ്ങനെയുള്ള 2 പേർ പ്രാർത്ഥിച്ചപ്പോൾ, 2 പേർ ഒരുമനപ്പെട്ട ദൈവത്തെ ആരാധിച്ചപ്പോൾ മറ്റുള്ളവർ എല്ലാം തന്നെ സത്യസന്ധരും വിശ്വസ്തരും അനുസരണമുള്ളവരുമായി തീരുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. നമ്മുടെ അനുസരണം, നമ്മുടെ സത്യസന്ധത, നമ്മുടെ വിശ്വസ്തത അനേകരെ സത്യസന്ധതയിലേക്കും വിശ്വസ്തതയിലേക്കും അനുസരണത്തിലേക്കും കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരുപക്ഷെ നമുക്ക് ചുറ്റും കൈകൊട്ടി പരിഹസിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരിക്കാം. എന്നാൽ നാം സത്യസന്ധതയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം കൊടുത്ത്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശു ക്രിസ്തുവിനെ പോലെ നമ്മുടെ മരണസമയം വരെ, നമ്മുടെ അവസാന ശ്വാസം വരെ നാം അനുസരണമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ളവർ ഒരുപക്ഷെ ക്രൂരരായ മനുഷ്യരായിരിക്കാം. നമുക്ക് ചുറ്റുമുള്ളവർ നാം തടവറയിലെ അവസ്ഥയിലിരിക്കുമ്പോൾ അതേ അവസ്ഥയിലിരിക്കുന്നവർ ദുഷ്ടരായിരിക്കാം, പാപം ചെയ്തവരായിരിക്കാം, അകൃത്യത്തിൽ അവർ കുടുങ്ങിക്കിടക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മിലുള്ള വിശ്വസ്തത, നമ്മിലുള്ള സത്യസന്ധത, അനുസരണം അവരെയും ദൈവിക അനുസരണത്തിലേക്കും സത്യസന്ധതയിലേക്കും വിശ്വസ്തതയിലേക്കും കരം പിടിച്ചു കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. അവൻ വെളിച്ചം കാരാഗൃഹ പ്രമാണി വെളിച്ചം ചോദിച്ചു അകത്തേക്ക് ചാടി വിറച്ച് കൊണ്ടും പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു അവരെ പുറത്ത് കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, കൊണ്ടുവന്ന യജമാനെ. ഇവിടെ നമുക്ക് വീണ്ടും കാണുന്നു 30-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി. ആ കാരാഗൃഹത്തിൽ ദൈവം അവരെ കൊണ്ടുപോകാനുള്ള പദ്ധതിയാണ്. ആ കാരാഗൃഹ പ്രമാണി ചോദിക്കുകയാണ്, യജമാനന്മാരെ. നമുക്ക് കാണാൻ സാധിക്കുന്നു, അവർ തടവിലായിരുന്നു, അവർ അടിമകളായിരുന്നു. എന്നാൽ അടിമകൾ ആക്കിയ, അവർക്ക് യജമാനനായിരുന്ന വ്യക്തി അവരുടെ അടിമയായി തീർന്ന് അവരെ യജമാനന്മാരാക്കിക്കൊണ്ട് അവരോട് ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ അവൻ രക്ഷപ്പെടുവാൻ തക്കവണ്ണം അവന് നാം നോക്കുകയാണെങ്കിൽ ആ തടവറയിൽ കാരാഗൃഹത്തിൽ കാരാഗൃഹ പ്രമാണി രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. കാരണം അവൻ്റെ കാലാമത്തിലല്ല, അവൻ തടവറയിലല്ല, അവൻ രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. എന്നാൽ അവൻ്റെ അകത്ത് അവൻ്റെ രക്ഷ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു, ശാരീരികമായ ബന്ധനമല്ല, മറിച്ച് അവൻ്റെ അകത്ത് അവൻ ബന്ധിക്കപ്പെട്ടവനാണ്. അവൻ രക്ഷപ്പെടണം. അവൻ്റെ ആത്മാവിൽ ബന്ധിക്കപ്പെട്ട്, അല്ലെങ്കിൽ പൈശാചികന് ബന്ധിക്കപ്പെട്ട്, പാപത്തിന് ബന്ധിക്കപ്പെട്ട്, ഈ ലോകത്തിന് ബന്ധിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ലോകത്തിൻ്റെ ഇമ്പത്തിന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ ചോദ്യം, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്നതായ വലിയ ദുഃഖങ്ങൾ, വേദനകൾ, പ്രതിസന്ധികൾ ഒരുപക്ഷെ നമ്മുടെ ശാരീരികമായി നാം ബന്ധിക്കപ്പെട്ട അവസ്ഥയായിരിക്കാം. നമ്മുടെ ആത്മാവിൽ നാം സ്വാതന്ത്ര്യമുള്ളവരാണ്. മനസ്സിൽ സ്വാതന്ത്ര്യമുണ്ട്, ഹൃദയത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഏത് സമയം ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആ അവസ്ഥയില്ലാതെ ബന്ധിക്കപ്പെട്ട് പൈശാചികൻ്റെ കൂരിരുട്ടിൽ അല്ലെങ്കിൽ ചങ്ങലയിൽ കുടുക്കിപ്പെട്ട പലരുണ്ട്. ഈ കാരാഗൃഹ പ്രമാണി യഥാർത്ഥമായും പൈശാചികനാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ നമുക്കിവിടെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, കാരാഗൃഹ പ്രമാണി ബന്ധിക്കപ്പെട്ട വ്യക്തി അല്ലാതെയാണ് മനുഷ്യരുടെ മുമ്പിലായിരുന്നത്. എന്നാൽ യഥാർത്ഥമായും ബന്ധിക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? ഈ കാരാഗൃഹ പ്രമാണി ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, അവൻ ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരുമിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നിങ്ങൾ രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തടവറയുടെ അവസ്ഥയല്ല, കൂരിരുട്ടിൻ്റെ അവസ്ഥയല്ല, കെട്ടപ്പെട്ട അവസ്ഥയല്ല. എന്നാൽ ആ കെട്ടപ്പെടാത്ത അവസ്ഥയാണ്, മനുഷ്യൻ്റെ കണ്ണിൽ കെട്ടപ്പെടാത്ത അവസ്ഥയിലാണ് കാരാഗൃഹ പ്രമാണിയായിരിക്കുന്നത്. എന്നാൽ ദൈവ മുൻപാകെ അവൻ കെട്ടപ്പെട്ടവനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവന് വിടുതൽ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ചോദിക്കുകയാണ്, രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം? ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറയുവാൻ ഇടയെ തീർന്നു. പിന്നെ അവൻ കർത്താവിൻ്റെ വചനം
കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. ദൈവിക പദ്ധതി, ആ തടവറയിലാകുവാനുള്ള ദൈവിക പദ്ധതി എത്ര ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, നാം കടന്നു പോകുന്ന കഠിന അവസ്ഥകൾ, എന്തിനാണ് ഈ കഠിനാവസ്ഥ നാം ചിന്തിക്കുമ്പോൾ ആ കഠിനാവസ്ഥയുടെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. ആ ദൈവിക ഉദ്ദേശപ്രകാരമാണ് നാം കഠിനമായ അവസ്ഥയിലായിരിക്കുന്നത്. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരും താമസിയാതെ സ്നാനമേറ്റു. ഈ 33 വരെയുള്ള വാക്യങ്ങൾ നാം കാണുമ്പോൾ എത്ര ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. ഒരു കാരാഗ്രഹ പ്രമാണി മാത്രമല്ല, അവൻ്റെ കുടുംബം മാത്രമല്ല, അവനുള്ളവരെല്ലാം തന്നെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന് സ്നാനപ്പെടുവാനായിരുന്നു പൗലോസിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശീലാസിൻ്റെ ജീവിതത്തിൽ. അവർ ആ കാരാഗ്രഹത്തിൻ്റെ ആമങ്ങളിൽ അവർ കെട്ടപ്പെട്ട അവസ്ഥയിൽ ആയിരുന്നതിൻ്റെ കാരണം അതിനായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതായ പ്രതിസന്ധികൾ, നമുക്ക് മുൻപിൽ അടയ്ക്കപ്പെട്ട വാതിലുകൾ, നമുക്ക് മുൻപിൽ ആമത്തിലിട്ട് നമ്മെ പൂട്ടുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. നമ്മെ തകർക്കുവാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ മനോഹര പദ്ധതി, ഒരു മനോഹര പദ്ധതി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ ഇവിടെ കാണിക്കുകയാണ്. എന്തിനാണ്? എത്ര സന്തോഷമാണ്, എത്ര ഉല്ലാസമാണ്. തങ്ങളെ ആദ്യമായി പിടിച്ചു അല്ലെങ്കിൽ അവരെ അടിച്ചു, ആമത്തിൽ അവരെ കാലിട്ടു, അവർക്കെതിരായി ജനം ഇളകി വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ആ കടന്നുപോകുന്ന അവസ്ഥയിൽ അവർ ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നെന്നുള്ള ചിന്ത അവരുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കുക. എന്നാൽ ആ ചിന്തയെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ അവരുടെ ആ ചിന്താഗതിയിൽ വന്നെങ്കിലും അവർ ആ ചിന്തയ്ക്ക് സ്ഥാനം കൊടുത്തില്ല. മാനുഷികമായ ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കാതെ നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെയും പ്രതിസന്ധികൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നാം ദൈവിക ചിന്തയിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. നോക്കൂ, അവരെ അടിപ്പിച്ചവർ, അവരെ കാരാഗ്രഹത്തിൻ്റെ ആമത്തിലിട്ടവർ, അവരെ ദ്വേഷിച്ചവർ, അവർക്ക് വിരോധമായി സംസാരിച്ചവർ എന്താണ് ചെയ്യുന്നത്? അവരുടെ മുറിവുകളെ കഴുകിക്കെട്ടി അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിക്കുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. ഒരു വലിയ ആനന്ദമാണ്. വിശ്വസിക്കുക മാത്രമല്ല, അവർ ആനന്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയിൽ തീർന്നു. ഇതിൻ്റെ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതി പ്രകാരമാണ് അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ വഴികളിലുള്ള ആ വലിയ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്. ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പാതകൾ, നാം കടന്നു പോകുന്ന വേദനകൾ, നാം കടന്നു പോകുന്ന അവസ്ഥകൾ, അത് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഓർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ, പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് ആ പ്രതിസന്ധികൾ. കാരണം ദൈവത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച് ഉദ്ദേശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ദൈവം പല പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുന്നത്. ആ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുന്നതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇല്ല എങ്കിൽ നാം ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുകയില്ല. അതുകൊണ്ട് നാം കടന്നു പോകുന്ന വഴികളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശ നിവർത്തീകരണത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവമേ, ഞാൻ ഈ കടന്നു പോകുന്നതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് എന്താണ് ഉദ്ദേശം, ആ ഉദ്ദേശം ദൈവം നിവർത്തീകരിക്കണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ആ പദ്ധതി ഓരോ നിമിഷവും നിവർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ഹിതം നാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇവിടെ നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്. അതിൻ്റെ 10-ാം വാക്യത്തിൽ കാണുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തൻ ആയിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നമുക്കിവിടെ യേശുക്രിസ്തുവിൻ്റെ ശബ്ദമാണ്. നമുക്കിവിടെ രക്തം ചിന്തിയ യേശു നമ്മോട് പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. പലപ്പോഴും നമ്മൾ സഹിക്കാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ 2 മേജർ ഓപ്പറേഷൻ ഒരു പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് ആ ഡോക്ടർ എന്നെ വിളിച്ചു. അടുത്ത ദിവസം എൻ്റെ ഓപ്പറേഷനാണ്, വലിയ സീരിയസ് ആയിരിക്കുന്ന ഒരു അവസ്ഥ.
ആ 2 മേജർ ഓപ്പറേഷൻ സമയത്ത് ആ ഡോക്ടർ എന്നെ വിളിച്ചു, എന്നോട് ചോദിച്ചു, എന്താ ഇത് ഈ ഓപ്പറേഷൻ നടക്കുന്നത് കാണുവാൻ ആഗ്രഹമുണ്ടോ? എൻ്റെ മുൻപിലുള്ള രോഗികളെല്ലാം വളരെ ഭയത്തോടെ ഡോക്ടറോട് പറഞ്ഞു, ഒരിക്കലും ഞങ്ങൾക്ക് കാണണ്ട, ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നതെന്ന് മുമ്പ് നടന്ന ഓപ്പറേഷൻ കാണിച്ചു തരാമെന്ന ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, എനിക്കത് കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ഡോക്ടർ എൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം എന്നെ എന്താ പറയുക കമ്പ്യൂട്ടറിൽ മൊത്തം അതെന്നെ കാണിച്ചു, എങ്ങനെയാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അങ്ങനെ വയറ് കീറുന്നതും എല്ലാം വ്യക്തതയോടെ എന്നെ കാണിച്ചു, അത് കണ്ടു. എന്നാൽ ദൈവം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പേടിക്കേണ്ട. പലരും അത് കണ്ട് പേടിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല രോഗികളും പേടിക്കുവാൻ ഇടയെ തീർന്നു. അവർക്ക് കാണണ്ടെന്ന് പറഞ്ഞാൽ അവർ തുടക്കത്തിലേ അവർ അത് മാറിക്കളയുവാൻ ഇടയെ തീർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നാം കടന്നു പോകുന്ന പാതകൾ, പലപ്പോഴും നാം കടന്നു പോകുന്ന വേദനാജനകമായ അനുഭവങ്ങൾ ദൈവം നമ്മെ മുന്നോട്ട് കാണിക്കുന്ന പേടിക്കുന്നവരാണ്. എന്നാൽ ദൈവം പറയുകയാണ്, പരിശുദ്ധാത്മ പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. ഒരു ശാരീരികമല്ല, മാനസികമായി ആത്മീകമായി നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വികാരപരമായി വളരെ നാം സഹിക്കുവാനുള്ളത് ദൈവം പറയുകയാണ്, പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ഇതൊരു പരീക്ഷ മാത്രമാണ്. അതിന് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടുത്തത് ജയമാണ്, ഒരു പ്രൊമോഷനാണ്. നാം സഹിക്കുവാനുള്ളത് പേടിക്കേണ്ടത് എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതൊരു വെറും പരീക്ഷയിലിരിക്കുകയാണ്. നാം ഒരു എക്സാമിനേഷൻ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയാണ്. നമുക്കൊരു ജയമുണ്ട്, ഒരു പ്രൊമോഷനുണ്ട്. അങ്ങനെയെങ്കിൽ നിന്നെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. തടവറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരിക്കലും മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധ്യമല്ല, മറ്റൊരു വ്യക്തിയെ സംസാരിക്കുവാനോ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുവാൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു, നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. ജീവിതത്തിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം പിശാച് മനുഷ്യരെ ഉപയോഗിച്ച് പിശാച് തന്നെ പ്രവർത്തിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം അതിനെ പേടിക്കേണ്ട, മറിച്ച് നാം സഹിക്കുവാൻ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവം നമുക്ക് അനുവദിച്ചു തന്ന ദുഃഖത്തിൻ്റെ ആ പരിധി അല്ലെങ്കിൽ ആ സീമകൾ, ആ പരിധികൾ ദൈവം വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ഒരു സമയം കുറിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞ് ദുഃഖം അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആ സമയം മാത്രമേ നമുക്ക് പ്രയാസമുള്ളൂ, ആ സമയം. എന്നാൽ അത് വലിയ ദീർഘവർഷങ്ങൾ പോലെ ആ 10 ദിവസം എന്ന് പറയുന്നത് 10 വർഷമോ അല്ലെങ്കിൽ അതൊരു വലിയ ദീർഘവർഷം പോലെ നമുക്ക് തോന്നുമായിരിക്കാം വേദനയുടെ കാഠിന്യ നിമിത്തം. എന്നാൽ ദൈവം പറയുകയാണ്, സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സഹിക്കുന്നുവെങ്കിൽ ദൈവം പറയുന്നു, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഈ 10 ദിവസം വെറും ഒരു തടവറ മാത്രമല്ല, തടവറയുടെ അകത്ത് കഠിനമായ ഉപദ്രവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ശാരീരികമായി നാം തടവറയിലല്ലായിരിക്കാം, എന്നാൽ മറ്റ് പല അവസ്ഥയിലൂടെ തടവറയുടെ അവസ്ഥകൾ, ഉപദ്രവമേൽക്കുന്ന അവസ്ഥകൾ. എന്നാൽ ദൈവം പറയുന്നു, മരണപര്യന്തം വിശ്വസ്തൻ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ മരണപര്യന്തം എന്ന് പറയുമ്പോൾ ഈ 10 ദിവസം അല്ലെങ്കിൽ ദൈവം അനുവദിച്ച സമയ കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ നമുക്കറിയില്ല നമ്മുടെ മരണദിനം അല്ലെങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ ആ നാഴിക നമുക്കറിയാത്തത് കൊണ്ടാണ് ദൈവവചനം പറയുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം തരുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ വചനം പാലിക്കുന്നവർക്കാണ് ജീവകിരീടം ദൈവം തരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൽ നാം യേശുക്രിസ്തു തരുന്ന ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം മരണപര്യന്തം നാം വിശ്വസ്തൻ ആയിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു പറയുകയാണ്, ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജീവകിരീടം തരുന്നത് യേശുക്രിസ്തുവാണ്. സഹിക്കുന്നവർക്കാണ് ജീവകിരീടം വരുന്നത്. അതുപോലെ പരീക്ഷ ജയിക്കുന്നവർക്കാണ് ജീവകിരീടം വരുന്നത്. അവസാനത്തോളം മരണപര്യന്തം, ഇവിടെ നമുക്കറിയുന്നു നമ്മുടെ അവസാന ശ്വാസം പോകുന്ന സമയത്ത് തെറ്റിപ്പോയാൽ ഈ ജീവകിരീടം പ്രാപിക്കാൻ സാധ്യമല്ല. നമ്മുടെ അവസാന ശ്വാസം ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ, നാം സ്വർഗത്തിൽ ആദ്യ ശ്വാസം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസാന ഹൃദയമിടിപ്പ് നടക്കുന്ന സമയത്ത് നാം തെറ്റിപ്പോയാൽ നമുക്ക് ജീവകിരീടം പ്രാപ്തമാക്കുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസാന മിടിപ്പും അവസാനിക്കുന്ന സമയത്തും നാം വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ ആ ജീവകിരീടം നമുക്ക് പ്രാപിക്കുവാൻ
സാധിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. നമുക്കറിയാൻ സാധിക്കുന്നു, നമുക്ക് ഒന്നും ദോഷമായി തീരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുകയില്ല. ഒന്നും നമുക്ക് ദോഷമായി വരികയില്ല. നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് ദോഷമായി വരികയില്ല എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ, പല ദുഃഖകരമായ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ, പല വേദനാജനകമായ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം അനവിധമായ ക്ലേശകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. 2 തിമോത്തിയോസ് 2:9 അത് ആകുന്നു എൻ്റെ സുവിശേഷം, അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തി കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്ന വചനത്തിനോ ബന്ധനമില്ല. ഇവിടെ പൗലോസ് പറയുകയാണ് 2 തിമോത്തിയോസ് 2:9 അത് ആകുന്നു എൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച്. നോക്കൂ, ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിനാൽ ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ ചങ്ങല ധരിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, തടവറയിലാകുന്ന അവസ്ഥ, കഷ്ടം സഹിക്കുന്നു. ഇത് മാത്രമല്ല, ദുഷ്പ്രവൃത്തിക്കാരനെ പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ. ദൈവവചനത്തിനോ ബന്ധനമില്ല. പൗലോസ് പറയുകയാണ്, എനിക്ക് കഷ്ടമുണ്ട്, എന്നാൽ ദൈവവചനത്തിന് ബന്ധനമില്ല. അതുകൊണ്ടാണ് പൗലോസ് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനിടയത്. നമ്മുടെ ജീവിതത്തിൽ നാം അറിയിക്കുന്ന സുവിശേഷം, നാം പറയുന്ന ഈ വചനങ്ങൾ, അല്ലെങ്കിൽ ഏത് വചനത്തിനായി കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചോ ആ വചനത്തിന് വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഉറപ്പോടെ നിൽക്കുന്നുവെങ്കിൽ, നാം തടവറയുടെ അനുഭവമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, എന്നാൽ ദൈവവചനത്തിന് ബന്ധനമില്ല. അത് ബന്ധിക്കപ്പെടാത്ത അവസ്ഥയിലായതുകൊണ്ട് ആ ദൈവവചനം നമ്മുടെ ബന്ധനങ്ങളെ അടിക്കുന്നതാണ്. നമുക്കൊരു പക്ഷേ എന്താ പറയുക, ആ കടുങ്കെട്ട് പോലെ, അല്ലെങ്കിൽ ഒരിക്കലും ഊരുവാൻ സാധ്യമല്ലാത്ത ആ ടാങ്കിൾസ് പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയതായ ഒരു വലിയ കെട്ടുപിടിച്ച അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ. നാം ചിന്തിക്കും, ഇതെങ്ങനെ ഈ കെട്ടുകൾ അഴിയും? കാരണം അതുപോലെ നമുക്കെതിരായി പൈശാചിക മണ്ഡലം വലിയ തീയമ്പുകളുമായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ബുദ്ധി ഓർമ്മ സർവായുധ വർഗത്തിൽ വിശ്വാസം എന്ന പരിചയേറ്റുകൊണ്ട് പിശാചിൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കമുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് ബന്ധനമില്ല. അതേ ദൈവവചനമാകുന്ന യേശു ക്രിസ്തു, ആ ദൈവവചനമാകുന്ന ഇരുവായത്തുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ള ആ വചനം, ദൈവവചനം, ആ ദൈവവചനം നമ്മുടെ ബന്ധനങ്ങളെ വെട്ടി മുറിച്ചു കളയുവാൻ തക്കവണ്ണം ഇടയെ തീരും. നാം ആ വചനത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, വചനമാകുന്ന ക്രിസ്തുയേശുവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, വചനമാകുന്നവനെ പിൻപറ്റുന്നുവെങ്കിൽ, വചനമാകുന്നവനിൽ ഉറപ്പും ധൈര്യത്തോടും കൂടെ നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിൻ്റെ ആ വലിയ കൂരിരുട്ടിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കും, ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ അന്ധകാരം? എസ്തേർ 9 നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വന്നു, അവരെ തകർക്കുവാൻ തക്കവണ്ണം, ജീവിക്കുവാൻ ഇനി സാധ്യതയില്ലാതെ വണ്ണം യഹൂദ ജനം നഷ്ടപ്പെട്ടു പോയി, തകർക്കപ്പെടുന്ന അവസ്ഥയിൽ. അതിൻ്റെ 20 നമുക്ക് കാണാൻ സാധിക്കുന്നു, അവർക്ക് ഉല്ലാസവും ആനന്ദവും നിത്യസന്തോഷവും വരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. അതെന്തുകൊണ്ടാണ്? ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെടുത്ത ഒരു തീരുമാനം. മൊർദെഖായി ഉറച്ചു നിൽക്കുവാൻ തീരുമാനിച്ചു. തന്നോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം എസ്തേറിനെ കൊടുത്തു. അവരോട് ചേർന്ന് നിൽക്കുവാൻ ഒരു കൂട്ടം യഹൂദരായിരിക്കുന്ന എല്ലാവരും ഒരുമനപ്പെട്ട് ഉപവസിച്ചു പ്രാർത്ഥിക്കുവാൻ, ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയെ തീർന്നപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രിസ്തുയേശുവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മെ വിളിച്ച വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കണ്ണുകളെ ഒരു സമയം രഗതകല ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് വേണ്ടിയുള്ളത് ഉന്നതമാകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ബുദ്ധി ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉന്നതമായ ദൈവിക പദ്ധതികൾ നമുക്ക് മുൻപിൽ ഉള്ളപ്പോൾ നാം പ്രതിസന്ധികളെ കണ്ട് ആടി ഉലയുവാനല്ല, മറിച്ച് നമ്മുടെ മുൻപിൽ തടവറകൾ, ആമങ്ങൾ, നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം
സത്തുറാന ഇരുട്ടിൻ്റെ കൂരിരുട്ടിൻ്റെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ ഇടയനായ ക്രിസ്തുയേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. റിബ സത്തുറാനക അരബന രഗതകല ജനപര രഗതകല അദ്ധാനഗതകല ജീതര രഗതകല അദാനക രഗതകല നമ്മുടെ ജീവിതത്തെ കർത്താവിനെ സമർപ്പിക്കാം. കേട്ട വചനത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. റീഖാനബ രഗതകല पवित्र पवित्र परमेश्वर यीशु मसीह जब आपको धन्यवाद देना चाहते प्रभु जी सुंदर समय के लिए, आपके पवित्र उपस्थिति में आने के लिए परमेश्वर ने हमारे जिंदगियों में आशीष दिया. परमेश्वर रब सतुराने गरेगदगल उत्तर भारत से परमेश्वर के वचन को देने के लिए परमेश्वर रीबा सतुराने गरेगदगला परमेश्वर हाले आपके भक्त लोग परमेश्वर के वचन को सुना वाला हर एक जीवनों को यीशु के हाथ में समर्पण करे पड़ते. परमेश्वर आपके दास पास्टर जोसेफ के लिए परमेश्वर उनके संग उनके हर एक परमेश्वर हाले भक्त लोगों के लिए परमेश्वर आपके दास दासी लोगों के लिए परमेश्वर भाई बहनों के लिए बच्चे लोगों के लिए हर एक को यीशु के पवित्र हाथ में समर्पण करते. परमेश्वर हर एक जीवनों में आपके पवित्र आत्मा के अद्भुत काम होने के लिए परमेश्वर के आत्मा के बहुत बड़ा कार्य होने के लिए परमेश्वर आपके भक्त लोग परमेश्वर के वचन को सुना हुआ वो वचन के अनुसार परमेश्वर रीबा सतुरानेगा परमेश्वर अटल रहकर परमेश्वर ने बुलाया हुआ बुलाहट को समझकर जिंदगी के कठिन अवस्थाओं में परमेश्वर हालेलुया वो प्रथम स्थान देकर आगे बढ़ते जाने के लिए परमेश्वर मदद कीजिए. पिता पुत्र पवित्र आत्मा के नाम पर एक एक जीवन को आशीषित करते परमेश्वर के आत्मा के अद्भुत काम हो जाए. परमेश्वर बस हमारे जिंदगियों के बारे परमेश्वर मकसद को समझकर मकसद के अनुसार जीवन बिताने के लिए पवित्र आत्मा के आवाज सुनकर आवाज के अनुसार जीवन जिंदगी बिताने के लिए परमेश्वर के वचन के अनुसार जिंदगी बिताने के लिए एक एक जीवनों में आशीषित करने के लिए प्रार्थना करते. परमेश्वर पिता पुत्र पवित्र आत्मा के नाम पर हर एक को आशीष देकर प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र मीठे नाम से आमीन.